മിണ്ടി പോരുത് നീ. അവനെന്റെ ഗ്രാജുവേഷൻ വന്നേ. ഹലോ ഗായ്സ്, ആസ്മിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് സ്കൂളിലോട്ട് ഞാൻ ഒന്ന് പോവാണ്. എൻ്റെ ഫ്രണ്ടുണ്ട്, അവൻ മറീൻസിലായിരുന്നു, അവനിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനും അവനും കൂടെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഗായ്സ്, ഒരു റോൾസ് റോയ്സ് അല്ലേ പോകുന്നത്. അങ്കിളുടെ കൃഷിയാണ് ഗൈസ്, അങ്കിളുടെ കൃഷി. നീ പുറകിലും ഉണ്ടല്ലേ, പേരില്ലാത്ത പൂ, പേരൊക്കെ ഉണ്ട്. അപ്പം നമ്മള് കെവിനെ പിക്ക് ചെയ്തേക്കാണ്. കെവിനെ ഇവിടെ എന്തുകൊണ്ട്? പിന്നെ അവനാണെങ്കിൽ ഇപ്പൊ വെക്കേഷന് വന്നേക്കാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവനപ്പം എത്ര ദിവസം ഉണ്ടോ? വെക്കേഷൻ ആണ്. ഞാനാണെങ്കിൽ 20-ാം തീയതി പോകും. ഇപ്പൊ ഒരു 2 ആഴ്ചത്തേക്ക് വന്നേ. അപ്പം ഞാൻ ഇനി 1 വർഷമുണ്ട്. അപ്പൊ പിന്നെ ഇവനെ ഇനി 1 വർഷത്തേക്ക് കിട്ടത്തില്ല. ഞങ്ങളിപ്പോ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ് സ്കൂളിൽ കയറിയായിരുന്നു. എന്തൊക്കെ അറിഞ്ഞില്ല, എല്ലാം അറിഞ്ഞില്ലേ? അവന് ഇപ്പൊ ഡിസൈഡ് ചെയ്യുക പൈലറ്റ് ട്രെയിനിങ്ങിന് പോകണോ അതോ വേറെ എന്തെങ്കിലും കരിയർ എടുത്താൽ മതിയോ. കുറച്ച് ലോങ് ജേർണിയാണ് ഫ്ലൈറ്റ് ട്രെയിനിങ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറേ പേരൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതേ സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് നൈസായിട്ട്, അമ്മ ഞാൻ നൈസായിട്ട് ഇതങ്ങ് മാറില്ല, മിണ്ടി പോരുത് നീ മാറിയ, നിന്നോട് അന്നേ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണം. ഞാൻ പിന്നെ പറഞ്ഞു ഓക്കെ, ഞാൻ പിന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, പിന്നെ അങ്ങ് പോവാ, കുഴപ്പമില്ല. ഇപ്പം നല്ലപോലെ പോന്നു. എൻ്റെ ചെക്ക് റൈഡ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് ഇപ്പോൾ ക്ലാസ്സൊക്കെ ഏകദേശം ഇതായതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. ക്ലാസ്സും കൂടെ ഉള്ളപ്പോഴാണ് പ്രശ്നം, എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സും കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ ജോലിയുണ്ട്, പിന്നെ ഇത് എല്ലാവരുടെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല. എനിക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യും. അതാണ് പ്രശ്നം. സ്വന്തമായിട്ട് ഓടിക്കുമ്പോൾ ഇവനാണെങ്കിലേ വണ്ടി ഇരിക്കുമ്പോൾ എടാ അവിടെ വണ്ടി, ഇവിടെ വണ്ടി, എടാ നിർത്തടാ, എടാ ചെറുകെ. ഇവൻ അങ്ങനത്തെ സ്വഭാവമുണ്ട്. പക്ഷെ ഞാൻ വണ്ടിയൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. അപ്പൊ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാറില്ല. ഇവൻ കൺട്രാക്ട് വിട്ടോണ്ടിരിക്കും. അത് കാരണം ഇവന് വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ പിന്നെ നീ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് മിലിറ്ററി മറീൻസ് തുടങ്ങിയപ്പോ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് ബൂട്ട് ക്യാമ്പ്, കൾച്ചർ ഷോക്ക് അല്ലേ. അപ്പോൾ എന്തുവാ വന്ന് കയറി തുടക്കത്തിൽ നമ്മളാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്താലും അത് തെറ്റാ. അപ്പൊ എപ്പോഴും ഇൻസെന്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത്, ഇൻസെന്റീവ് ട്രെയിനിങ് തല്ലാനൊക്കാത്തോണ്ട് അവര് തല്ലാൻ പറ്റിയിരുന്ന മനുഷ്യന്റെ നടു ഒടിഞ്ഞേനെ, ഇല്ലെങ്കിൽ എന്നേ അടികെട്ടി പറഞ്ഞേനെ. അപ്പൊ ഫാമിലി മെമ്പേഴ്സിന് പുറത്തുനിന്ന് നമ്മൾ പോകുന്നതിന് 3 മാസം മുമ്പുള്ള എന്നെയും 3 മാസം കഴിഞ്ഞുള്ള എന്നെയുള്ള ഡിഫറൻസ് അവർക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. അത് അവനോട് ചോദിച്ചാൽ അറിയാം. അവൻ എന്റെ ഗ്രാജുവേഷൻ വന്നേ. ഫ്ലാഷ് ബാക്ക്. Ladies and gentlemen, this concludes today's
നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മതി. ഞാൻ ഇവിടെ വരുമ്പോ ഇവിടുത്തെ കെവിൻ, അവിടെ വരുമ്പോ ജോൺസൺ, മിസ്റ്റർ ജോൺസൺ, സർജൻ ജോൺസൺ. സാർജന്റ് ആയില്ല, ഇപ്പൊ കോർപ്പറൽ, ഇപ്പൊ കോർപ്പറൽ ജോൺസൺ ആവും. ഞാന് ഇവൻ ബൂട്ട് ക്യാമ്പിലായിരുന്ന സമയത്ത് ഇവൻ എനിക്ക് ലെറ്റർ അയക്കുമായിരുന്നു, ഞാൻ ഇവന് ലെറ്റർ അയക്കുമായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവൻ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. ആ ലെറ്ററൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ. എനിക്ക് വന്നിട്ട് ഞാനിങ്ങനെ എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തപ്പിയെടുത്താ മതി. ഞാനും പോകാനിരുന്നതാ ഇവന്റെ കൂടെ. അവനെ വിളിച്ചായിരുന്നു, അവൻ വന്നിരുന്നേ മുടിഞ്ഞാന്. അതാ അയ്യോ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ആയിരുന്നു. എനിക്ക് ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഫുഡ് തിന്നാൻ സമയമേ കിട്ടത്തില്ല, 30 സെക്കൻഡ്. അപ്പം ഇതൊക്കെ കേട്ടപ്പം എൻ്റെ അമ്മ പറഞ്ഞു, പൊന്നുമോൻ പോണ്ട കേട്ടോ, മോൻ ഇവിടെ കാണാൻ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി തരുന്നത് പലതും കഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ ആയിക്കോട്ടെ, ഞാനും പിന്നെ മടിച്ചു. മറീനാന്ന് പറഞ്ഞാലും അതിന്റെ അകത്ത് നമുക്ക് ഓരോ ജോബ് സെലക്ട് ചെയ്യാം അല്ലേ. ബേസിക്കലി എല്ലാരും ചിന്തിക്കുന്നത് മിലിറ്ററി എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ തോക്കും കൊണ്ട് ആൾക്കാരെ വീഡിയോ ഒക്കെ പോകുന്നത്. പക്ഷേ പല ജോബുണ്ട്. ആഡ്മിൻ സൈഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ കുത്തിയിരിക്കുന്നവരുണ്ട്. പിന്നെ അതിന് മിലിറ്ററി പോലീസ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഡോക്ടർ ഫീൽഡ് ഒക്കെ ഉണ്ട്. അത് മെറീൻസിലില്ല. മെറീൻസിൽ ഞങ്ങളുടെ ഈത്തോസ് എന്ന് പറയുന്നത് എവരി മെറീൻ ഇസ് എ റൈഫിൾമെൻ എന്നാണ്. മെഡിസിന്റെ ഈത്തോസ് എന്ന് പറയുന്നത് എല്ലാരെയും സേവ് ചെയ്യാനുള്ളതല്ലേ, എല്ലാരെയും. അപ്പൊ അതുമായിട്ട് ക്ലാഷ് ആവും. അതുകൊണ്ട് അവര് ചെയ്യിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ നേവിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്നും ഞാൻ നേവിയാണ്. എനിക്ക് കൃത്യമായിട്ടറിയില്ല. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓരോരോ കാര്യങ്ങൾ. അവനതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബ്ലോഗിൽ പറയാം. ഞാനാണെങ്കിൽ എന്നോട് പറയുന്നത് ഞാൻ നൈസായിട്ട് പറഞ്ഞു തരാം.